Make a Statement Jewelry by Claris. പെരിന്തൽമണ്ണ പാതായിക്കരയിൽ പ്രവർത്തിക്കുന്ന ചാർക്കോൾസ് കമ്പനിക്കെതിരെ പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തി നാട്ടുകാർ രംഗത്ത്. സിപിഎമ്മിന്റെ നേതൃത്വത്തിൽ ജനകീയ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. പാരിസ്ഥിതിക ആഘാതം കുറയ്ക്കുന്നതിന് സുരക്ഷാ സംവിധാനങ്ങൾ സ്വീകരിക്കാതെയുള്ള ഈ കമ്പനിയുടെ പ്രവർത്തനം ഗൗരവത്തോടെയാണ് കാണുന്നതെന്ന് പ്രതിഷേധ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത സിപിഎം മലപ്പുറം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവും മുൻ MLA-യുമായ വി ശശികുമാർ പറഞ്ഞു. പെരിന്തൽമണ്ണ നഗരസഭയിലെ പാതാക്കര, മനപ്പടി, ചോലക്കുളത്തിന് സമീപത്ത് പ്രവർത്തിക്കുന്ന ഷെൽക്കോ ചാൾക്കോസ് കരിക്കമ്പനിക്കെതിരെയാണ് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത്. പരിസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾ ഉയർത്തി നാട്ടുകാർ പലതവണ പരാതി നൽകിയിരുന്നു. കരിവസ്തുക്കൾ ഉണ്ടാക്കുന്നതിന് വൻതോതിൽ ചിരട്ട കത്തിക്കുന്നതിനാൽ പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യ പ്രശ്നങ്ങളും നേരിടുന്നതായാണ് പ്രദേശത്തുകാരുടെ പരാതി. ഇപ്പോൾ ജനങ്ങൾക്ക് എതിർപ്പുണ്ടാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചു. തൊട്ടിക്കലിൽ നടന്ന ജനകീയ പ്രതിഷേധ കൂട്ടായ്മ CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ശശികുമാർ ഉദ്ഘാടനം ചെയ്തു. ഈ പ്രശ്നം ഗൗരവത്തോടെയാണ് പാർട്ടി കാണുന്നതെന്നും പരിസ്ഥിതി ആഘാതം കുറയ്ക്കുന്നതിന് വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ സ്ഥാപനത്തിന്റെ ഉടമകളും ബന്ധപ്പെട്ട അധികാരികളും മുൻകൈയ്യെടുക്കണമെന്നും വി ശശികുമാർ പറഞ്ഞു. സ്ക്രബിംഗ് കൃത്യമായി ചെയ്യുക, നിശ്ചിത അളവിൽ മാത്രം ഇതിൻ്റെ സാധനങ്ങൾ ഉപയോഗിക്കുക എന്ന് തുടങ്ങിയിട്ടുള്ള നിരവധി നിയന്ത്രണങ്ങൾ ഇതിൽ ഏർപ്പെടുത്താൻ കഴിയും. അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി പരിസ്ഥിതി ആഘാതം പരമാവധി കുറച്ച് ജനങ്ങളുടെ പിന്തുണ ആർജിച്ച് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടുപോകാൻ കഴിയുകയാണ് വേണ്ടത്. അതിനുവേണ്ടിയാണ് ബന്ധപ്പെട്ട ഉടമകൾ ശ്രമിക്കേണ്ടത്. അത് ഇത്രയും കാലം ഇവരൊക്കെ പറഞ്ഞു. ആ കാര്യം ഞങ്ങളൊന്ന് എടുത്തു പറയുകയാണ്, ഒന്ന് ഉറക്കെ പറയുകയാണ്. ഇക്കാര്യത്തിൽ ആർക്കൊക്കെ ഇടപെടാൻ കഴിയുമോ, മുനിസിപ്പാലിറ്റിക്ക് ഇടപെടാൻ കഴിയുമോ ഇടപെടണം, മറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് ഇടപെടാൻ കഴിയുമോ അവരിടപെടണം. അങ്ങനെ ഇടപെട്ട് ഇത് ജനങ്ങളുടെ വിശ്വാസത്തോട് കൂടി നടത്താൻ കഴിയുമോ എന്ന് പരിശോധിക്കണം. അല്ലെങ്കിൽ കാര്യങ്ങൾ ബുദ്ധിമുട്ടാവും എന്നറിയിക്കാനാണ് ഈ പൊതുയോഗം. ആ കാര്യം ഇവിടെ വ്യക്തമാക്കാൻ ഈ അവസരം വിനിയോഗിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ ആവശ്യമായ കൂടിയാലോചനകൾക്ക് ഉടമകളും ബന്ധപ്പെട്ട അധികാരികളും മുൻകൈ എടുക്കണം എന്ന അഭ്യർത്ഥന ഇവിടെ വെച്ചുകൊണ്ട് ഇത് വെച്ച് നീട്ടി ആരുടെയും ക്ഷമ പരിശോധിക്കാതെ മാന്യമായി പരിഹരിക്കാൻ ബന്ധപ്പെട്ട ആളുകൾ മുൻകൈ എടുക്കണമെന്ന അഭ്യർത്ഥന ഒരിക്കൽ കൂടി ഈ യോഗത്തിന്റെ മുമ്പാകെ വെച്ചുകൊണ്ട് പ്രതിഷേധ കൂട്ടായ്മയിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു. വസ്തുതകൾ പരിശോധിച്ച ശേഷം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനാണ് പാർട്ടി ഈ സമരം ഏറ്റെടുത്തതെന്ന് CPM പെരിന്തൽമണ്ണ ഏരിയ സെക്രട്ടറി E. രാജേഷ് പറഞ്ഞു. പാർട്ടി ഒരു വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് ഏതെങ്കിലും വൈകാരികമായിട്ടുള്ള വിക്ഷോഭത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വിഷയത്തിലേക്ക് എടുത്ത് ചാടിക്കൊണ്ടല്ല. ആ വിഷയത്തിന്റെ വസ്തുതകൾ ഇഴകേറി പരിശോധിച്ചുകൊണ്ട് അതിൻ്റെ വരുമുരായികൾ നല്ലവണ്ണം ആലോചിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈകാര്യം ചെയ്യുന്ന പ്രത്യേകമായ രീതിയിൽ തന്നെയാണ് ഓരോ വിഷയത്തെയും കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ ശശിയേട്ടനും പ്രേമനൊക്കെ സൂചിപ്പിച്ചത്. കഴിഞ്ഞ കുറച്ചു കാലമായി പാർട്ടിക്കകത്ത് ഇത് ചർച്ച ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയുള്ള ആളുകളുടെ കൂടെ ഞാൻ ഉൾപ്പെടെ പോയിക്കൊണ്ട് പൊല്യൂഷൻ ഉദ്യോഗസ്ഥരെ സമീപിക്കുകയും അവരുമായി ചർച്ച ചെയ്യുകയും ഒക്കെ ഉണ്ടായി. പാതാക്കര LC സെക്രട്ടറി V. യൂസഫ് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. CPM ഏരിയ കമ്മിറ്റി അംഗം P. ഗോവിന്ദപ്രസാദ്, നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷൻ K. ഉണ്ണികൃഷ്ണൻ, ലോക്കൽ കമ്മിറ്റി അംഗം K. പ്രേമദാസ്, C. കരുണാകരൻ, കൗൺസിലർമാരായ A. സുനിൽകുമാർ, K. സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ചാർക്കോൾസ് കമ്പനിക്കെതിരെ മുമ്പ് പലതവണ പരാതി ഉയർന്നിരുന്നു. നഗരസഭാ അധികൃതർ പരിശോധിച്ച ശേഷം പ്രവർത്തനം നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസും നൽകിയിരുന്നു. എന്നാൽ ഹൈക്കോടതി സ്റ്റേ ഉത്തരവ് പ്രകാരമാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. ഈ സ്റ്റേ ഉത്തരവിൻ്റെ മറവിൽ വൻതോതിൽ ചിരട്ട കത്തിക്കുന്നതിനാൽ ഗുരുതരമായ പാരിസ്ഥിതിക പ്രശ്നങ്ങളും ആരോഗ്യ ഭീഷണിയും നിലനിൽക്കുന്നതായാണ് നാട്ടുകാരുടെ പരാതി.